ഇസ്രായേൽ എന്ന് പറയുന്ന ഈ ഒരു ചെറിയ രാജ്യത്തിന്റെ ചുറ്റിലും നോക്കിക്കഴിഞ്ഞാൽ സത്യത്തിൽ ഇസ്രായേലിന്റെ ശത്രു രാജ്യങ്ങൾ മാത്രമാണ് ചുറ്റിനുമുള്ളത്. അതിൽ ഈജിപ്തും സൗദിയും ഒക്കെ ആയിട്ടുള്ള ബന്ധത്തിൽ നേരിയ പുരോഗതി ഉണ്ടായിട്ടുണ്ട്. ഈജിപ്തുമായിട്ട് കുറച്ചും കൂടി ബെറ്റർ ആയിട്ടുള്ള ഒരു ബന്ധമുണ്ടെങ്കിലും അത് ഗവൺമെന്റ് തലത്തിൽ മാത്രമാണ്. ജനങ്ങൾക്കിടയിൽ ആ ബന്ധം ഇല്ല. ഗൾഫ് രാജ്യങ്ങളിൽ തന്നെ UAE-യുമായിട്ട് ഇസ്രായേലിന് അത്യാവശ്യം നല്ല ബന്ധമുണ്ട്. പക്ഷേ ജനങ്ങൾ തമ്മിൽ ആ ഒരു ബന്ധമില്ല. സൗദിയുടെ കാര്യത്തിലും അങ്ങനെ തന്നെ. അപ്പോൾ നോക്കിക്കഴിഞ്ഞാൽ ഇസ്രായേലിന്റെ ചുറ്റിനും ലബനൻ, ജോർദാൻ, സിറിയ അല്ലെങ്കിൽ സൗദി അറേബ്യ, ഈജിപ്റ്റ്, ഇറാഖ് ഇങ്ങനെ വരുന്ന രാജ്യങ്ങളൊക്കെ തന്നെ ഇസ്രായേലിന് എതിരാണ്. ശത്രുക്കളാൽ ചുറ്റപ്പെട്ട് കിടക്കുന്ന ഒരു രാജ്യമാണ് ഇസ്രായേൽ. അതേ പാതയിലാണോ നമ്മുടെ ഇന്ത്യയും? വലിയ ചർച്ചകൾ നടന്നുകൊണ്ടിരിക്കുകയാണ് രാജ്യത്തിനകത്ത്, മാധ്യമങ്ങളിലൊക്കെ. ഇന്ത്യയുടെ അയൽ രാജ്യങ്ങളായ പാകിസ്ഥാൻ നമ്മുടെ ശത്രുരാജ്യമാണ്. ചൈന നമ്മുടെ ശത്രുരാജ്യമാണ്. നേപ്പാള്, ബംഗ്ലാദേശ്, ഭൂട്ടാൻ, ശ്രീലങ്ക, മ്യാൻമാർ ഈ രാജ്യങ്ങളാണ് പിന്നെ ഇന്ത്യയുടെ അതിർത്തികളിലുള്ളത്. മ്യാൻമാർ ഗവൺമെന്റ് നമുക്കറിയാം, അവിടെ ഇപ്പോൾ പട്ടാളമാണ്. പട്ടാളവുമായിട്ട് തരക്കേടില്ലാത്ത ബന്ധമാണ് ഇന്ത്യക്കുള്ളത്. പക്ഷെ അവിടെ ആഭ്യന്തര യുദ്ധമായതുകൊണ്ട് ഒന്നും പറയാൻ പറ്റില്ല, എന്തും സംഭവിക്കാം. അതുകൊണ്ട് തന്നെ നമുക്ക് നിലവിൽ നമ്മുടെ സുഹൃത്തെന്നോ ശത്രുവെന്നോ ഒന്നും പറയാൻ പറ്റില്ല. ഭൂട്ടാൻ ഇന്ത്യയുടെ ഒരു അടുത്ത സുഹൃത്ത് രാജ്യമാണ്. അത് അങ്ങനെ തന്നെ നിൽക്കുന്നു. നേപ്പാള്, ചൈനയുടെ വലിയ സ്വാധീനം നേപ്പാളിലുണ്ട്. കമ്മ്യൂണിസ്റ്റ് പാർട്ടി അവിടെ ശക്തമായതോടുകൂടി ചൈനയുടെ സ്വാധീനം വർദ്ധിച്ചിട്ടുണ്ട്. നേപ്പാൾ രാജഭരണത്തിലായിരുന്ന സമയത്ത് ഇന്ത്യക്ക് നല്ല സ്വാധീനം ഉണ്ടായിരുന്നു. ദൗർഭാഗ്യവശാൽ രാജഭരണം അവിടെ അവസാനിച്ചു. ഭൂട്ടാനിലുള്ള പോലെ രാജാവിന് അവിടെ നിലനിൽക്കാൻ കഴിഞ്ഞില്ല. അതുകൊണ്ട് തന്നെ അവിടെ ഇന്ന് കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് വളരെ സ്വാധീനമുള്ള ഒരു രാജ്യമാണ്. പക്ഷെ ഇന്ത്യയുമായിട്ട് നല്ല ബന്ധമൊക്കെ ആണെങ്കിലും നേപ്പാളിനെ നമുക്ക് 100% പറയാൻ പറ്റില്ല. അങ്ങനെയാണ്. നമുക്ക് ഭൂട്ടാനെ പോലെ അങ്ങനെ ട്രസ്റ്റ് ചെയ്യാൻ പറ്റില്ല. ജനങ്ങൾ തമ്മിലാണെങ്കിലും ഒരു വലിയ വിഭാഗം ജനങ്ങൾ തമ്മിൽ നല്ല അടുപ്പമാണ്. അതേസമയം തന്നെ ഇന്ത്യയോട് ശത്രുത പുലർത്തുന്ന ആൾക്കാരും നേപ്പാളിലുമുണ്ട്. ബംഗ്ലാദേശിന്റെ കാര്യമാണ് വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു കാര്യം. കുറെ വർഷങ്ങളായിട്ട് ഗവൺമെന്റ് തലത്തിൽ നല്ല ബന്ധം ബംഗ്ലാദേശും ഇന്ത്യയും തമ്മിൽ ഉണ്ടായിരുന്നെങ്കിലും ഇന്ന് ആ ബന്ധം കൂടി ഇല്ലാതായിരിക്കുകയാണ്. നമ്മൾ ആദ്യം മനസ്സിലാക്കേണ്ടത് ബംഗ്ലാദേശ് ഇന്ത്യയുടെ സുഹൃത്തായിരുന്നില്ല ഒരു കാലത്തും. 1971 പാകിസ്ഥാനിൽ നിന്ന് രക്ഷപ്പെടാൻ വേണ്ടി അവിടെ ഉണ്ടായ പ്രതിഷേധങ്ങളിൽ ഇന്ത്യ അവരെ യുദ്ധത്തിന് സഹായിച്ചു. ഇന്ത്യ ആ രാജ്യം രൂപീകരിക്കുന്നതിൽ വലിയ പങ്ക് വഹിച്ചു. പക്ഷെ അതിന്റെ നന്ദിയും സ്നേഹവും കടപ്പാടും ഒന്നും ആ രാജ്യത്തെ ജനങ്ങൾക്ക് നമ്മളോട് ഉണ്ടായിരുന്നില്ല. അവർ വിശ്വസിക്കുന്നത് ഇന്ത്യയുടെ താല്പര്യങ്ങൾക്ക് വേണ്ടിയിട്ട് അത് ചെയ്തു എന്നാണ്. അതായത് പാകിസ്ഥാനോടുള്ള ഇന്ത്യയുടെ ശത്രുതയാണ് ബംഗ്ലാദേശ് വിമോചന യുദ്ധത്തിൽ ഇടപെടാൻ ഇന്ത്യയെ പ്രേരിപ്പിച്ചത്. അല്ലാതെ ഇന്ത്യ അവരോടുള്ള സ്നേഹം കൊണ്ട് ചെയ്തതൊന്നും അല്ല എന്നാണ് അവർ വിശ്വസിക്കുന്നത്. ഒരുപക്ഷെ അതിൽ കുറെ പേരെങ്കിലും ഇന്ത്യയെ ഇഷ്ടപ്പെട്ടിരുന്നിരിക്കാം. ആ തലമുറയ്ക്ക് എന്ന് അവിടെ മാറി. ഇന്നത്തെ തലമുറയെ പറഞ്ഞു പഠിപ്പിക്കുന്നത് ഇന്ത്യയുടെ താല്പര്യങ്ങൾക്ക് വേണ്ടി അവിടെ ഇടപെട്ടു എന്ന് തന്നെയാണ്. ഈ 1975 മുതൽ ഇന്ത്യയും ബംഗ്ലാദേശും തമ്മിൽ പല തർക്കങ്ങളും ഉണ്ടായിട്ടുണ്ട്. അതിർത്തിയുടെ കാര്യത്തില്, വെള്ളം ഷെയർ ചെയ്യുന്ന കാര്യത്തില്, അങ്ങനെ ഒരുപാട് വിഷയങ്ങളിൽ തർക്കങ്ങൾ ഉണ്ടായിരുന്നു. ഏറ്റവും ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള കാര്യം, ഷേഖ് ഹസീന സർക്കാർ വന്നതിന് ശേഷം 2014 മോദിയും അധികാരത്തിൽ വന്നതിന് ശേഷം 2015 ഇന്ത്യയും ബംഗ്ലാദേശും തമ്മിലുള്ള അതിർത്തി തർക്കങ്ങൾക്ക് ഒരു പരിഹാരം കാണുന്നത്. നരേന്ദ്രമോദിയുടെ കാലത്തുണ്ടായ ഏറ്റവും വലിയ നേട്ടങ്ങളിൽ ഒന്നായിരുന്നു ഇത്. അതിർത്തിയിൽ ഒരു തീരുമാനം ഉണ്ടാക്കാൻ നമുക്ക് പറ്റി. അല്ലെങ്കിൽ അവിടെയും അതിർത്തി തർക്കം കൂടി ഉണ്ടാകുമായിരുന്നു. തൽക്കാലം മോദി അത് വളരെ ഭംഗിയായി ചെയ്തു. 370 അനുച്ഛേദം എങ്ങനെ എടുത്തു മാറ്റിയോ അങ്ങനെ തന്നെയാണ് ഇതിനെയും കാണേണ്ടത്. അതുപോലെ വളരെ പ്രധാനപ്പെട്ട ഒന്നായിരുന്നു. നമുക്ക് വലിയ അതിർത്തിയാണ് ബംഗ്ലാദേശുമായിട്ടുള്ളത്. ഏതാണ്ട് ഇന്ത്യയാൽ ചുറ്റപ്പെട്ട് കിടക്കുന്ന ഒരു രാജ്യമാണിത്. അതുകൊണ്ട് തന്നെ നമുക്ക് ആ അതിർത്തികളുടെ പ്രശ്നങ്ങൾ സോൾവ് ചെയ്യേണ്ടത് ആവശ്യമായിരുന്നു. കടൽ അതിർത്തികളുടെ കാര്യത്തിലും തർക്കമുണ്ടായിരുന്നു. അത് അന്താരാഷ്ട്ര കോടതി വരെയൊക്കെ കാര്യങ്ങൾ പോയതാണ്. അവിടെയും ഔദ്യോഗികമായിട്ട് ഇന്റർനാഷണൽ നിയമങ്ങൾ അനുസരിച്ച് ഒരു പരിഹാരം കണ്ടു. ഇന്ത്യ ക്ലെയിം ചെയ്ത കുറെ നമുക്ക് കിട്ടിയില്ല. പക്ഷെ എങ്കിലും അതൊരു പരിഹാരമായി. കടൽ അതിർത്തിയുടെ കാര്യത്തിലും ഇന്ത്യക്കും ബംഗ്ലാദേശിനും ഇടയിൽ ഒരു പരിഹാരം മോദി കാലഘട്ടത്തിൽ സംഭവിച്ചു എന്ന് കാണാം. ഇന്ത്യയും ബംഗ്ലാദേശും തമ്മിലുണ്ടായ പ്രശ്നമെന്ന് പറയുന്നത് ഇന്നോ ഇന്നലെ തുടങ്ങിയതല്ല. 2001 ഇന്ത്യയുടെ 16 BSF ജവാന്മാര് കൊല്ലപ്പെടുന്നു. അത് ബംഗ്ലാദേശികളുടെ ക്രൂരമായ ആക്രമണത്തിലാണ്. ക്രൂരമായ കൊലപാതകമായിരുന്നു അന്ന് നടന്നത്. പക്ഷെ അതിനൊരു പശ്ചാത്തലമുണ്ടായിരുന്നു. 2010 കണക്കുകൾ അനുസരിച്ച് 1000-ഓളം ബംഗ്ലാദേശികളെ BSF വെടിവെച്ചു കൊന്നു എന്ന് മനുഷ്യാവകാശ റിപ്പോർട്ടുകൾ വന്നു. 2011 15 വയസ്സുള്ള ഒരു പെൺകുട്ടിയും അതിന്റെ അച്ഛനും ഇന്ത്യൻ അതിർത്തി കടക്കാൻ ശ്രമിക്കുന്നതിന്റെ ഇടയിൽ BSF വെടിവെക്കുകയും ആ പെൺകുട്ടി കൊല്ലപ്പെടുകയും ചെയ്തത് വലിയ പ്രതിഷേധങ്ങളാണ് അവിടെ ഉണ്ടാക്കിയത്. 2013-15 കാലയളവിൽ
അതിർത്തിയിൽ നിരവധി കൊലപാതകങ്ങൾ ഇത്തരത്തിലുണ്ടായി. അതായത് BSFും ബംഗ്ലാദേശികളും തമ്മിൽ അതിർത്തിയിൽ എന്നും പ്രശ്നങ്ങളായിരുന്നു. 2010നും 20നും ഇടയിൽ BSFന്റെ വെടിയേറ്റ് 334ഓളം പേര് കൊല്ലപ്പെട്ടു എന്നാണ് ചില മനുഷ്യാവകാശ റിപ്പോർട്ടുകൾ പുറത്തുവിടുന്നത്. അപ്പോ ഈ അതിർത്തി പ്രശ്നം കുറെ കാലമായിട്ട് തന്നെ ഇന്ത്യക്കും ബംഗ്ലാദേശിനും ഇടയിലുണ്ട്. അനധികൃതമായിട്ട് ഇന്ത്യയിലേക്ക് കടന്നു കയറാൻ ശ്രമിക്കുന്നവരുമായിട്ടുള്ള BSFന്റെ സംഘർഷങ്ങൾ, അതിൽ കൊലപാതകങ്ങൾ സംഭവിക്കുന്നുണ്ട്. ഇത് കാരണം ഇന്ത്യക്കെതിരായിട്ട് നേരത്തെ തന്നെ ബംഗ്ലാദേശിൽ ഒരു വികാരമുണ്ടായിരുന്നു. 2014ലാണ് നരേന്ദ്രമോദി വരുന്നത്. അതിനു മുമ്പ് തന്നെ ഇന്ത്യയും ബംഗ്ലാദേശും തമ്മിലുള്ള ബന്ധം അത്ര നല്ല നിലയിലായിരുന്നില്ല. 2008ന് ശേഷം ഷേഖ് ഹസീന കൂടുതൽ പവർഫുൾ ആവുകയും ഷേഖ് ഹസീന അധികാരത്തിലെത്തുകയും ചെയ്യുന്നതിന് ശേഷമാണ് ഇന്ത്യയും ബംഗ്ലാദേശും തമ്മിലുള്ള ബന്ധത്തിൽ നേരിയ പുരോഗതി ഉണ്ടാവുന്നത്. 2014 മോദി വരുന്നു. മോദി ഗവൺമെന്റ് അയൽ രാജ്യങ്ങൾക്ക് കൂടുതൽ പ്രാധാന്യം കൊടുക്കുന്ന നൈബേഴ്സ് ഫസ്റ്റ് എന്ന് പറയുന്ന ഒരു പോളിസിയിലാണ് പോകുന്നത് മുന്നോട്ട്. അതുകൊണ്ട് തന്നെ മോഡിയുടെ സത്യപ്രതിജ്ഞാ ചടങ്ങിലൊക്കെ തന്നെ ഇവർ പങ്കെടുക്കുന്നുമുണ്ട്. സാർക്ക് രാജ്യങ്ങളെയൊക്കെ ക്ഷണിക്കുന്നുണ്ട്. അന്ന് പാകിസ്ഥാൻ പ്രധാനമന്ത്രിയും എത്തിയെന്നാണ് എൻ്റെ ഓർമ്മ. അപ്പോൾ ഈ തരത്തിൽ നരേന്ദ്രമോദി ഗവൺമെന്റ് അയൽ രാജ്യങ്ങളുമായിട്ടുള്ള ബന്ധത്തിന് പരിഗണന കൊടുത്ത് തന്നെയാണ് മുന്നോട്ട് പോകാൻ ശ്രമിച്ചത്. അതിൻ്റെ ഒരു പ്രധാന കാരണങ്ങൾ എന്ന് പറയുന്നത്, നമ്മുടെ അയൽ രാജ്യങ്ങളുമായിട്ട് നല്ല സ്ട്രോങ് ആയിട്ടുള്ള ഒരു ബന്ധം നമുക്കുണ്ടെങ്കിലേ നമുക്ക് മറ്റ് രാജ്യങ്ങളുമായിട്ടുള്ള ബന്ധം മെച്ചപ്പെടുത്തി വേഗത്തിൽ വളരാൻ പറ്റൂ. മാത്രമല്ല ട്രേഡ് ഉൾപ്പെടെയുള്ള കാര്യങ്ങളും ഇവിടെ പ്രധാനപ്പെട്ട ഒരു ഫാക്ടറാണ്. കാരണം ബംഗ്ലാദേശിലാണെങ്കിലും പാകിസ്ഥാനിലാണെങ്കിലും ഉയർന്ന പോപ്പുലേഷൻ ഉണ്ട്. പക്ഷേ ഈ ബന്ധം നിലനിർത്താൻ നമുക്ക് കഴിഞ്ഞില്ല. അത് നരേന്ദ്രമോദിയുടെ കുഴപ്പമായിരുന്നില്ല. അതിപ്പോൾ പാകിസ്ഥാനിലാണെങ്കിൽ അവിടെ പ്രവർത്തിക്കുന്ന ഡീപ് സ്റ്റേറ്റ്, അവിടുത്തെ സർക്കാർ എന്ന് പറയുന്നത് മിലിറ്ററിയുടെയും ഒരു കൂട്ടം തീവ്രവാദികൾ ഉൾപ്പെടുന്ന സംഘങ്ങളുടെയും കളിപ്പാവകളാണ്. അവർക്ക് ഭയങ്കരമായ അധികാരങ്ങളൊന്നുമില്ല. ഇപ്പൊ ഗവൺമെന്റ് തലത്തിൽ ഇന്ത്യ ഗവൺമെന്റും പാകിസ്ഥാൻ ഗവൺമെന്റും തമ്മിൽ ബന്ധം മെച്ചപ്പെടുത്താനായിട്ട് എത്ര ധാരണകൾ ഉണ്ടാക്കിയാലും തീവ്രവാദ ഗ്രൂപ്പുകളും മിലിറ്ററിയും അതിനെ സപ്പോർട്ട് ചെയ്തില്ല എന്നുണ്ടെങ്കിൽ അതൊന്നും പ്രാവർത്തികമാവില്ല. അതുകൊണ്ടാണ് ഭീകരാക്രമണങ്ങൾ മുറയ്ക്ക് നടന്നുകൊണ്ടിരുന്നത്. അങ്ങനെ പാകിസ്ഥാനുമായിട്ടുള്ള ബന്ധത്തിൽ വിള്ളൽ വരുന്നു. ഇതിനിടയിൽ ചൈനയുടെ ഇൻഫ്ലുവൻസ് വർദ്ധിക്കാൻ തുടങ്ങി. കാരണം മൻമോഹൻ സിംഗിനെ പോലെ അല്ല മോദി എന്ന് ചൈനയ്ക്കും ലോകരാജ്യങ്ങൾക്കും മനസ്സിലായി. മോദി വളരെ പവർഫുൾ ആയിട്ടുള്ള വലിയ വിഷൻസ് ഉള്ള ഒരു ലീഡറാണ്. അപ്പോൾ ഒരു സ്ട്രോങ് ആയിട്ടുള്ള ഒരു ലീഡർ ഒരു രാജ്യത്തിലേക്ക് അധികാരത്തിലെത്തുമ്പോൾ ആ രാജ്യവും സ്ട്രോങ് ആവും. തീർച്ചയായിട്ടും ലീഡർഷിപ്പ് തന്നെയാണ് ഒരു രാജ്യത്തിന്റെ പ്രധാനപ്പെട്ട ഫാക്ടർ എന്ന് പറയുന്നത്. ഒരു പവർഫുൾ ആയിട്ടുള്ള ഒരു ലീഡർഷിപ്പ് ഒരു രാജ്യത്തിന് ഉണ്ടാകുമ്പോഴാണ് ആ രാജ്യത്തിനും സ്ട്രെങ്ത് ഉണ്ടാവുന്നത്. അപ്പൊ നരേന്ദ്രമോദി ഒരു പവർഫുൾ ലീഡറാണ്. മോഡിക്ക് കൃത്യമായ വിഷൻ ഉണ്ട്. അതിന്റെ പിന്നിൽ RSS പോലെയുള്ള സംഘടനകളുണ്ട്. അപ്പൊ കൃത്യമായിട്ട് രാജ്യം മുന്നോട്ട് പോകുന്നു എന്ന് മനസ്സിലാക്കിയപ്പോൾ തന്നെ ചൈനയ്ക്ക് അപകടം മനസ്സിലായി. ചൈന ഉടനെ തന്നെ അതിർത്തി രാജ്യങ്ങളിൽ അവരുടെ സ്വാധീനം ശക്തിപ്പെടുത്താനുള്ള ശ്രമം ആരംഭിച്ചു. ഈ ശ്രമത്തിന്റെ ഭാഗമാണ് പിന്നീട് നേപ്പാളുമായിട്ടുണ്ടാവുന്ന പ്രശ്നങ്ങൾ, ശ്രീലങ്കയുമായിട്ടുണ്ടാവുന്ന പ്രശ്നങ്ങൾ. ഇപ്പോൾ ദാ ബംഗ്ലാദേശ് വരെ നമ്മൾ എത്തി നിൽക്കുമ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു പ്രധാനപ്പെട്ട കാര്യം, ഇന്ത്യ ബംഗ്ലാദേശ് ബന്ധം സൗഹാർദ്ദപരമായിരുന്നു എന്ന് പറയുമ്പോൾ ഗവൺമെന്റ് തലത്തിൽ മാത്രമായിരുന്നു എന്ന് എടുത്തു പറയണം. ഇപ്പൊ ഇന്ത്യയും ബംഗ്ലാദേശും തമ്മിൽ ഒരു ക്രിക്കറ്റ് മാച്ച് നടന്നാൽ പോലും ആ മാച്ചിൽ ഇപ്പൊ ഇന്ത്യ ബംഗ്ലാദേശിനെ തോൽപ്പിച്ചാലോ ബംഗ്ലാദേശ് ഇന്ത്യയെ തോൽപ്പിച്ചാലോ സോഷ്യൽ മീഡിയയിൽ നടക്കുന്ന യുദ്ധം നമ്മൾ കാണണം. ബംഗ്ലാദേശികളും ഇന്ത്യയും തമ്മിൽ നടക്കുന്ന യുദ്ധം, അങ്ങോട്ടും ഇങ്ങോട്ടും ചെളി വാരിയെറിയുന്ന യുദ്ധം. ഇതെന്താണ് സൂചിപ്പിക്കുന്നത്? രണ്ട് രാജ്യത്തെയും ജനങ്ങൾ തമ്മിൽ മാനസികമായ അടുപ്പമില്ല എന്ന് തന്നെയാണ്. ഇനി രണ്ടാമതായിട്ട്, ഇപ്പൊ ഓൾറെഡി ബംഗ്ലാദേശും ഇന്ത്യയും തമ്മിൽ പല പ്രശ്നങ്ങളും ഉണ്ട്. BSF ഉൾപ്പെടെയുള്ള വിഷയങ്ങളിലുള്ള പ്രശ്നങ്ങളുണ്ട്. പിന്നെ ഈ പറയുന്ന കൾച്ചറൽ പരമായിട്ടുള്ള ഇഷ്യൂസ് ഉണ്ട്. ബംഗാൾ മാത്രമാണ് ബംഗ്ലാദേശുമായിട്ട് കൾച്ചറലി ബന്ധപ്പെട്ടിരിക്കുന്നത്. ബാക്കി വരുന്ന ഇന്ത്യ മൊത്തം ബംഗാളികളുടെ കൾച്ചറിൽ നിന്ന് ഡിഫറൻ്റ് ആണ്. അപ്പൊ അതുകൊണ്ട് തന്നെ ബംഗ്ലാദേശിന് ഇന്ത്യയുടെ മെയിൻലാൻഡുമായിട്ട് കണക്ട് ചെയ്യാൻ ഇന്നും പറ്റിയിട്ടില്ല. അവർ വെസ്റ്റ് ബംഗാളുമായിട്ടാണ് എപ്പോഴും കണക്റ്റഡ് ആവുന്നത്. കാര്യങ്ങൾ ഇങ്ങനെയൊക്കെ പോകുന്ന സമയത്താണ് നരേന്ദ്രമോദി അധികാരത്തിൽ വരുന്നത്. മോദിയുടെ രാഷ്ട്രീയം ഒരു ഹിന്ദുത്വ രാഷ്ട്രീയവുമാണ്. സ്വാഭാവികമായിട്ടും മതപരമായ ഘടകങ്ങൾ കൂടി ഇവിടെ ഉയർന്നു വരാൻ തുടങ്ങി. ഷേഖ് ഹസീന ഗവൺമെന്റുമായിട്ട് നല്ല ബന്ധം നരേന്ദ്രമോദി സർക്കാർ നിലനിർത്തുമ്പോൾ തന്നെ ജനങ്ങൾക്കിടയിൽ ഒരു ഹിന്ദുത്വ സർക്കാർ അധികാരത്തിൽ വന്നതിന്റെ ഒരു പ്രശ്നം ബംഗാളികൾക്കിടയിലുമുണ്ട്. ബംഗ്ലാദേശ് മുസ്ലിം ഭൂരിപക്ഷമായിട്ടുള്ള ഒരു രാജ്യമാണ്. ഇതും ഇന്ത്യയും ബംഗ്ലാദേശും തമ്മിലുള്ള ഒരു അകൽച്ച കൂടുന്നതിന് കാരണമായിട്ടുണ്ട്. ഇതിന്റെ ഇടയിൽ ചൈനയുടെയും അതുപോലെ പാകിസ്ഥാന്റെയും ചാര സംഘടനകളുടെ പ്രവർത്തനങ്ങൾ, ആന്റി ഇന്ത്യ ക്യാമ്പയിൻസ്, സെന്റിമെന്റ്സ് ഒക്കെ ഒരു ഫാക്ടറാണ്. ഇന്ത്യയും ഇസ്രായേലും തമ്മിലുള്ള ബന്ധം കൂടുതൽ ശക്തമാവുന്നതും ഇതിലൊരു പ്രധാനപ്പെട്ട ഫാക്ടറായിട്ട് വന്നിട്ടുണ്ട്. അപ്പൊ ഇതും ബംഗ്ലാദേശികൾക്ക് തീരെ ഇഷ്ടപ്പെടില്ല. ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം നമ്മൾ എല്ലാ രാജ്യങ്ങളുമായിട്ടും നല്ല ബന്ധമാണ് കൊണ്ടുപോകുന്നത്. നമുക്ക് ബംഗ്ലാദേശിനോടും നല്ല ബന്ധമുണ്ട്, ഇസ്രയേലിനോടും നല്ല ബന്ധമുണ്ട്. പക്ഷെ ബംഗ്ലാദേശികളിൽ ഒരു വിഭാഗം പേർക്ക് ഇസ്രയേലിനെ നമുക്കറിയാം ഇഷ്ടമല്ല. അത് അവിടുത്തെ രാഷ്ട്രീയ സാഹചര്യങ്ങൾ കൊണ്ടാണ്. അതുകൊണ്ട് തന്നെ ആ ഒരു ഇഷ്ടക്കേട്
ഇന്ത്യയോടും കുറെ പേര് അങ്ങനെയും കാണിച്ചിട്ടുണ്ട്. അത് മാലിദ്വീപിലും നമ്മൾ കണ്ടതാണ്. ഇന്ത്യയുടെ സ്വതന്ത്രപരമായിട്ടുള്ള നിലപാടുകളോട് ഈ രാജ്യങ്ങൾക്ക് അങ്ങനെയും യോജിക്കാൻ പറ്റിയിട്ടില്ല. അപ്പൊ സ്വാഭാവികമായി ഇന്ത്യ ബംഗ്ലാദേശ് പ്രശ്നം എന്ന് പറയുന്നത് അതിന്റെ ഒരു റൂട്ടിലേക്ക് നമ്മൾ പോകുമ്പോൾ നമുക്ക് മനസ്സിലാവും 1947 മുമ്പേ ഉള്ള പ്രശ്നമാണ്. അതായത് രണ്ട് രാജ്യം വേണമെന്ന ആവശ്യമുണ്ടായത് തന്നെ, അതിനെ സപ്പോർട്ട് ചെയ്തുകൊണ്ട് ഈസ്റ്റ് പാകിസ്ഥാൻ എന്ന് പറയുന്ന ഒരു രാജ്യം ഉണ്ടായത് തന്നെ ഇന്ത്യ എന്ന രാജ്യത്തോട് യോജിക്കാൻ പറ്റാത്തത് കൊണ്ടാണ്. ഇപ്പൊ ബംഗ്ലാദേശികൾക്ക് ഇന്ത്യയോട് യോജിക്കണമായിരുന്നുണ്ടെങ്കിൽ അവർക്ക് 1971 യുദ്ധത്തിന് ശേഷം ഡിമാൻഡ് ചെയ്യാമായിരുന്നു. നമ്മൾ ഇന്ത്യയിൽ ലയിക്കാനായിട്ട് ആഗ്രഹിക്കുകയാണെന്ന് വലിയ രീതിയിൽ അവർക്ക് ഡിമാൻഡ് ചെയ്യാമായിരുന്നു. അങ്ങനത്തെ ഭയങ്കരമായ ഡിമാൻഡുകളൊന്നും ഉണ്ടായില്ല. അപ്പൊ അവരൊരു സെപ്പറേറ്റ് രാജ്യമായിട്ട് തന്നെയാണ് അപ്പോഴും നിൽക്കാൻ തീരുമാനിച്ചത്. അതിന്റെ അർത്ഥം അവർക്ക് ഒരിക്കലും ഇന്ത്യയുമായിട്ട് പൊരുത്തപ്പെടാൻ പറ്റില്ല. അപ്പൊ സ്വാഭാവികമായി ഇന്ത്യ ഒരു റീജിയണൽ പവർ എന്നതിൽ നിന്ന് ഒരു ഏഷ്യൻ ശക്തിയായും ഒരു വേൾഡിൽ തന്നെ ഒരു പ്രധാനപ്പെട്ട ഒരു പവറായിട്ടും വളർന്നുകൊണ്ടിരിക്കുമ്പോൾ ഇന്ത്യയോട് ഇവർക്ക് സ്വാഭാവികമായി ഉണ്ടാവുന്നത്, ഇപ്പൊ നമ്മൾ ഉദാഹരണം പറഞ്ഞാൽ അയൽക്കാരായിട്ടുള്ള രണ്ടുപേര് നല്ല ദാരിദ്ര്യത്തിൽ കഴിയുകയാണ്. അപ്പൊ അതിൽ ഒരാൾ മാത്രം പെട്ടെന്ന് നല്ല രീതിയിൽ സമ്പാദിക്കാൻ തുടങ്ങുന്നു, അയാള് വലിയ ഒരു സമ്പന്നനായിട്ട് മാറുന്നു, കാറ്, ബംഗ്ലാവ്, അങ്ങനെ വലിയ നിലയിലേക്ക് എത്തുന്നു. പക്ഷെ മറ്റേ അയൽക്കാരൻ അപ്പോഴും ദാരിദ്ര്യത്തിൽ തന്നെ കിടക്കുകയാണെങ്കിൽ അങ്ങനെ ദാരിദ്ര്യത്തിൽ കിടക്കുന്ന ആളിന് ഈ സമ്പന്നനായ അയൽക്കാരനോട് തോന്നുന്ന ഒരു അസൂയ. കാരണം പണ്ട് രണ്ടുപേരും ഒരു നേരത്തെ ആഹാരത്തിന് വേണ്ടി അലഞ്ഞു തിരിഞ്ഞ് നടന്നവരാണേ. ഇന്ന് പക്ഷെ അതിൽ ഒരാൾ കയറി അങ്ങ് ധനികനായി, മറ്റേ ആളിന് അതിന് കഴിയുന്നില്ല. ആ അസൂയ ഒരു പക്ഷേ ബംഗ്ലാദേശിനും പാകിസ്ഥാനും ഇന്ത്യയുടെ പല അയൽ രാജ്യങ്ങൾക്കും ഇന്ത്യയോട് ഉണ്ടാകാം. ഇന്ത്യ ഒരു വലിയ ശക്തിയായിട്ട് മാറുന്നു എന്നതും ഒരു കാരണമാണ്. പല കാരണങ്ങൾ കൊണ്ട് ഇന്ത്യയോട് ജനങ്ങളിൽ പലർക്കും തോന്നിയ ഈ അനിഷ്ടം സ്വാഭാവികമായി തീവ്രവാദ സംഘടനകൾ അല്ലെങ്കിൽ വർഗീയ സംഘടനകൾ, വർഗീയ രാഷ്ട്രീയ പാർട്ടികളൊക്കെ യഥേഷ്ടം എടുത്ത് ഉപയോഗിച്ചു. അതുകൊണ്ട് തന്നെ ഇന്ത്യ വിരുദ്ധമായ ഒരു സമീപനം ഇന്ത്യയുടെ അയൽ രാജ്യങ്ങളിലൊക്കെ ഉണ്ട്. അവിടെയാണ് നമ്മൾ ഈ വീഡിയോയുടെ തുടക്കത്തിൽ ചോദിച്ച ഒരു ചോദ്യം പ്രസക്തമാവുന്നത്. മറ്റൊരു ഇസ്രയേൽ ആവേണ്ടി വരുമോ ഇന്ത്യക്ക് എന്നുള്ളത്. അയൽക്കാരുമായിട്ടെല്ലാം പ്രശ്നങ്ങളാണ്. ഈ പ്രശ്നങ്ങൾ ഇന്ത്യ ആയിട്ട് ക്രിയേറ്റ് ചെയ്തതല്ല. നോക്കൂ, ബില്യൺ കണക്കിന് ഡോളറാണ് ഇന്ത്യ ഈ രാജ്യങ്ങളിൽ ഇൻവെസ്റ്റ് ചെയ്യുന്നത്. ഈ രാജ്യങ്ങൾക്കെല്ലാം ഒരു ആപത്ത് വന്നാൽ ആദ്യം ഓടിയെത്തുന്നത് ഇന്ത്യയാണ്. ഈവൻ മോദി ഒരു ഹിന്ദുത്വ ആശയമുള്ള ഒരു ലീഡർ ആണെന്ന് പറയുമ്പോഴും മോദി അയൽ രാജ്യങ്ങൾക്ക് നല്ല പ്രാധാന്യം കൊടുത്തിട്ടുണ്ട്. രാഷ്ട്രീയം മാറ്റിവെച്ച് നിരീക്ഷിച്ചാൽ നമുക്കറിയാം, ഗൾഫ് രാജ്യങ്ങളുമായിട്ടുള്ള ഇന്ത്യയുടെ ബന്ധം ഇത്രയും ശക്തമാക്കിയത് മോദി വന്നതിന് ശേഷമാണ്. അതിനു മുമ്പും ഇന്ത്യയും ഗൾഫും തമ്മിൽ ബന്ധമുണ്ടായിരുന്നു. പക്ഷെ ഇത്രയും സ്ട്രോങ് ആയ ഒരു റിലേഷൻ ഉണ്ടായത് ഇപ്പോഴാണ്. സൗദി അറേബ്യയും UAE പോലെയുള്ള ലോകത്തെ പ്രധാനപ്പെട്ട ഇസ്ലാമിക രാജ്യങ്ങൾക്ക് എന്തുകൊണ്ട് മോഡി പ്രിയപ്പെട്ട ആളാവുന്നു, എന്നാൽ നമ്മുടെ അയൽ രാജ്യങ്ങളായിട്ടുള്ള ഇസ്ലാമിക രാജ്യങ്ങൾക്ക് എന്തുകൊണ്ട് ശത്രു ആവുന്നു എന്ന് ചോദിച്ചാൽ അതിന് ചരിത്രപരമായ പശ്ചാത്തലം കൂടിയുണ്ട്. മുമ്പ് ഭാഗം വെച്ചു പോയ ഒരു കുടുംബത്തിലുള്ള പരസ്പരം കൊമ്പ് ഓർത്ത് നിൽക്കുന്ന സഹോദരങ്ങളായിട്ട് കണ്ടാൽ മതി. വ്യത്യസ്തമായ ആശയങ്ങൾ. ഈ കുടുംബം വസ്തു ഷെയർ ചെയ്യുന്നത് പോലെ, ഫാമിലി ലാൻഡ് ഷെയർ ചെയ്യുന്നത് പോലെ മൂന്നായിട്ട് അങ്ങ് വീതം വയ്ക്കുന്നു. അപ്പോൾ വീതം വെച്ചപ്പോൾ രണ്ട് കൂട്ടർക്ക് ഒരാൾക്ക് കിട്ടിയത് കൂടിപ്പോയോ എന്നുള്ള പ്രശ്നമാണ് രണ്ടുപേർക്കുള്ളത്. മാത്രമല്ല ഈ രണ്ടുപേർക്കും ഒരു കാരണവശാലും ഈ ഇപ്പുറത്ത് നിൽക്കുന്ന മൂന്നാമത്തെ ആളെ ഇഷ്ടവുമല്ല. ഇന്ത്യ വളരെ സമ്പന്നമാണ്, വളരെ വലുതാണ്, വളരെ ശക്തമാണ്. അതിന്റെ അസ്വസ്ഥതകൾ ഈ രണ്ടു കൂട്ടർക്കും ഉണ്ട്. അതാണ് ബംഗ്ലാദേശും പാകിസ്ഥാനും കാണിക്കുന്നത്. ഇതിന് പരിഹാരമുണ്ടോ എന്ന് ചോദിച്ചാൽ ഉണ്ട്. അതിനൊരു പരിഹാരമേ ഉള്ളൂ. ഇന്ത്യ ചൈനയേക്കാൾ ശക്തമായ ഒരു എക്കണോമിക് പവർ ആവണം. നമുക്ക് നമ്മുടെ പവർ കൊണ്ടാണ് ഇവരെ കൺട്രോൾ ചെയ്യാൻ പറ്റുള്ളൂ. ഒരിക്കലും ഇനിയിപ്പോൾ മതപരമായ കാര്യങ്ങളാണ് തടസ്സമെന്ന് പറഞ്ഞാൽ എന്ത് പ്രശ്നമാണ് അങ്ങനെയെങ്കിൽ ശ്രീലങ്കയ്ക്ക് ഇന്ത്യയോട് ഉണ്ടാവേണ്ടത്? എന്ത് പ്രശ്നമാണ് അങ്ങനെയെങ്കിൽ നേപ്പാളിന് ഇന്ത്യയോട് ഉണ്ടാവേണ്ടത്? നേപ്പാളിൽ ഹിന്ദുക്കളാണ് കൂടുതലുള്ളത്, ശ്രീലങ്കയിൽ ബുദ്ധന്മാരാണ്. ബുദ്ധമതവും ഹിന്ദുമതവും ഒക്കെ ഉണ്ടായത് ഇന്ത്യയിലാണല്ലോ, അവരൊക്കെ ഇന്ത്യയിലും ഉണ്ട്. അപ്പോ അവിടെ മതം മാത്രമല്ല ഒരു പ്രശ്നം, ചൈനയെ പോലെയുള്ള രാജ്യങ്ങളുടെ ഇടപെടൽ കൂടി ഒരു പ്രശ്നമാണ്. രണ്ടാമത്, ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഒരേ ലെവലിലായിരുന്നു ഒരു കാലത്ത്. ഇപ്പൊ സാമ്പത്തികമായിട്ടൊക്കെ നോക്കിയാൽ ഇന്ത്യയും പാകിസ്ഥാനും ചൈനയും ബംഗ്ലാദേശും ഒക്കെ. അതിൽ ഇന്ത്യ പെട്ടെന്ന് ഉയർന്നവരാണ്. ഈ ഒരു കൂട്ടത്തിൽ നമ്മൾ ചൈനയെ കൂട്ടരുത്. ചൈന ഈ ഒരു ഭാഗമല്ല. ഇന്ത്യൻ ഉപഭൂഖണ്ഡത്തിൽ വരുന്ന ഈ രാജ്യങ്ങളും ചൈനയും ഡിഫറൻ്റ് ആണ്. ചൈനയും US ഒക്കെ ഔട്ട്സൈഡേഴ്സ് ആയിട്ട് നമുക്ക് കാണാം. പക്ഷെ ഇന്ത്യൻ ഉപഭൂഖണ്ഡത്തിൽ പരസ്പരം സഹകരിച്ച് കഴിഞ്ഞിരുന്ന രാജ്യങ്ങളിൽ ഒരു രാജ്യം മാത്രം ഒരു എമർജിംഗ് പവറായി മാറുമ്പോൾ ഉണ്ടാവുന്ന ഒരു അസ്വസ്ഥതയാണ്. മാത്രമല്ല, ഇന്ത്യക്ക് ഇന്ത്യയുടേതായിട്ടുള്ള കാര്യങ്ങൾ നോക്കിയേ പറ്റൂ. ഇന്ത്യയുടെ സുരക്ഷ നോക്കണം. ഇപ്പൊ ചൈനയെ പോലെയുള്ള രാജ്യങ്ങൾ ഇവിടേക്ക് വന്ന് കളിക്കുമ്പോൾ, ഇന്ത്യയുടെ ഈ ചെറിയ രാജ്യങ്ങൾ, അടുത്ത് കിടക്കുന്ന രാജ്യങ്ങൾ ഉപയോഗിച്ചുകൊണ്ട് കളിക്കുമ്പോൾ ഇന്ത്യ തീർച്ചയായിട്ടും ഇടപെടും. അപ്പൊ സ്വാഭാവികമായിട്ടും ഇന്റേണൽ പൊളിറ്റിക്സിൽ ഇടപെടുന്നു എന്നൊരു നരേറ്റീവ് അവിടെ സൃഷ്ടിക്കപ്പെടും. അപ്പൊ അതുകൊണ്ട് തന്നെ ഇന്ത്യക്കെതിരായിട്ടുള്ള ഒരു വികാരം ശക്തമാണ്. ഇതിനെ മറികടക്കാൻ മണി പവർ കൊണ്ടും മസിൽ പവർ കൊണ്ടും മാത്രമേ പറ്റൂ. ഇവിടെ വേദം ഉപദേശിച്ചിട്ട് കാര്യമില്ല, ഇവിടെ അഹിംസയുടെ കൈ നീട്ടിയിട്ട് കാര്യമില്ല, കുറെ പണം ഇപ്പം നമ്മൾ അവർക്ക് കൊടുത്തുകൊണ്ടും കാര്യമില്ല. നമുക്ക് ഈ അയൽ രാജ്യങ്ങളുമായിട്ടുള്ള പ്രശ്നങ്ങൾ പരിഹരിക്കപ്പെടണമെങ്കിൽ അവർക്ക് ബോധ്യപ്പെടണം ഇവരോട് മുട്ടാൻ പറ്റില്ല, മുട്ടിയാൽ ഞങ്ങൾ തീരും, അതുകൊണ്ട് മിണ്ടാതിരിക്കുന്നതാണ് നല്ലത്.
എന്ന് അവർക്ക് തോന്നണം. അവരോട് ചങ്ങാത്തം കൂടുകയേ വഴിയുള്ളൂ എന്ന് തോന്നണം. ഈ പണ്ട് കാലത്ത് സാമന്ത രാജ്യങ്ങൾ അങ്ങനെയാണല്ലോ. ഇപ്പോൾ വലിയ സാമ്രാജ്യങ്ങൾ, ഈ വലിയ സാമ്രാജ്യങ്ങൾ കണ്ണെടുത്താൽ ചെറിയ രാജ്യങ്ങൾക്ക് കണ്ടുകൂടായിരിക്കും. പക്ഷെ വേറെ വഴിയില്ല, അവരോട് മുട്ടി ജയിക്കാൻ പറ്റില്ല. അതുകൊണ്ട് അവരുടെ ആ ഒരു മേധാവിത്വം അംഗീകരിച്ച് അങ്ങ് കഴിഞ്ഞു പോകും. കുറെ കാലം കഴിയുമ്പോൾ തലമുറകൾ മാറുന്നതനുസരിച്ച് പിന്നെ ഈ വൈരാഗ്യമൊക്കെ മാറി ജനങ്ങൾ തമ്മിൽ നല്ലൊരു സൗഹൃദവും പരസ്പര സഹകരണവും ഒക്കെ ഉണ്ടാവും. കുറച്ച് സമയമെടുക്കുന്ന പ്രോസസ്സാണ്. അല്ലാതെ ഇവിടെ പലരും വിചാരിക്കുന്ന പോലെ മതം മാത്രമല്ല ഒരു ഫാക്ടർ. മതം ഒരു ഫാക്ടറാണ്, പക്ഷെ അത് മാത്രമല്ല. അതാണ് ഞാൻ പറഞ്ഞത്, പാകിസ്ഥാൻ ഇന്ത്യയോടുള്ളത് അതിർത്തി തർക്കം മാത്രമല്ല, മതപരമായ പ്രശ്നങ്ങളുമാണ്. ബംഗ്ലാദേശിന് ഇന്ത്യയോടുള്ളതും അതിർത്തി തർക്കമല്ല, മതപരമായ പ്രശ്നങ്ങളാണ്. എന്നാൽ നേപ്പാളിനും ശ്രീലങ്കയ്ക്കും ഇന്ത്യയോട് എന്താണ് പ്രശ്നം? അവിടെയാണ് കൺഫ്യൂഷൻ. അപ്പൊ മനസ്സിലാക്കേണ്ടത് മതം മാത്രമല്ല ഇവിടെ പ്രശ്നം. അപ്പൊ തീർച്ചയായിട്ടും ഇതിനെ മറികടക്കാൻ നമ്മളൊരു വലിയ ശക്തിയാവുക എന്നതാണ് ഏറ്റവും ഉചിതമായ മാർഗം എന്ന് പറയുന്നത്. കാരണം ഇന്നിപ്പോ അമേരിക്ക എന്ന് പറയുന്ന രാജ്യത്തെ ഇവരൊക്കെ എങ്ങനെ അംഗീകരിക്കുന്നു എന്ന് നോക്കുക, ചൈനയെ ഇവരെങ്ങനെ അംഗീകരിക്കുന്നു എന്ന് നോക്കുക. അതുപോലെ ഇന്ത്യ അംഗീകരിക്കാൻ ഇന്നും ബംഗ്ലാദേശിനോ അല്ലെങ്കിൽ പാകിസ്ഥാനോ ഒന്നും കഴിയുന്നില്ല. ഇന്നും അവർ അനായാസം പറയാണ് നിങ്ങളുടെ 7 സിസ്റ്റേഴ്സ് ഞങ്ങളെങ്കിൽ ശരിയാക്കി തരാം എന്ന് ബംഗ്ലാദേശ് പറയുന്നത് അതുകൊണ്ടാണ്. അപ്പൊ അതിനെ മറികടക്കണമെങ്കിൽ നമ്മുടെ ലിവിങ് സ്റ്റാൻഡേർഡ് മാറണം. അവർക്ക് തോന്നണം നമ്മളൊരു രക്ഷയില്ലാത്ത രാജ്യമാണെന്ന്. ഇതിപ്പോ ഇന്ത്യയിലെ പല ഭാഗങ്ങളും കണ്ടാൽ ബംഗ്ലാദേശ് പോലെയാണ് കിടക്കുന്നത്. അപ്പൊ പിന്നെ അവർ നമ്മൾ എങ്ങനെയാണ് വലിയ ശക്തി എന്ന് അംഗീകരിക്കുക? ഇന്ത്യയുടെ എക്കണോമി വളരെ സ്ട്രോങ് ആണ്, ശരിയാണ്. പക്ഷെ പെർ ക്യാപിറ്റ എന്ന് പറയുന്നത് ബംഗ്ലാദേശും ഇന്ത്യയും തമ്മിൽ വലിയ ഡിഫറൻസ് ഇല്ല. ഇന്ത്യക്ക് ആണവശക്തിയുണ്ട്, പക്ഷെ അത് പാകിസ്ഥാനും ഉണ്ട്. അതോടെ അതിന്റെ വില പോയി. ഇന്ത്യക്ക് ആണവശക്തിയുണ്ട്, പക്ഷെ ഇന്ത്യക്ക് മാത്രമല്ല, ഇന്ത്യക്കാൾ പിന്നി കിടക്കുന്ന പാകിസ്ഥാനും ആണവായുധമുണ്ട്. അപ്പൊ പിന്നെ നമുക്ക് ഇവരെ മറികടക്കാനുള്ളത്, ഒന്ന് ഇന്ത്യയുടെ ലിവിങ് സ്റ്റാൻഡേർഡ് കൂടണം, പെർ ക്യാപിറ്റ കൂടണം, ഇന്ത്യ കൂടുതൽ കൂടുതൽ പവർഫുൾ ആയിട്ട് വളരണം. അതുവരെ ഈ പ്രശ്നങ്ങൾ നമ്മുടെ കൂടെ ഉണ്ടാവും. അതിനെ നമ്മുടെ ജയശങ്കർ പറയുന്ന പോലെ അവിടെ നമുക്ക് ഇതിനായിട്ടുള്ള സർക്കാർ വന്നാൽ നമ്മൾ പതുക്കെ നമുക്ക് അനുകൂലമുള്ള സർക്കാരാക്കി അവരങ്ങ് മാറ്റും. അതുപോലെ ഇപ്പോൾ ചൈന അവിടെ ഇൻഫ്ലുവൻസ് ചെയ്യാൻ ശ്രമിക്കുകയാണെങ്കിൽ നമ്മളും ശ്രമിക്കും. ഇങ്ങനെ നമുക്കൊരു ലെവലിൽ പോകാനേ പറ്റുള്ളൂ. കാരണം സ്വാഭാവികമായിട്ടും ഇതിന് പരിഹാരം നമ്മളൊരു വലിയ പവർ ആവുക എന്നത് മാത്രമാണ്. മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം.